നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എല്ലുള്ള പീസുകളും അതുപോലെ ആ ഒരു കഴുത്ത് പീസൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലത്തേക്ക് ഇനി വേറെ എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചിക്കനിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചതും അതുപോലെ സവാള ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചതും ഒരു തക്കാളി മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓരോന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ചെറിയുള്ളിയും ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഉള്ളികളൊന്നും. പിന്നെ ഇതിലേക്ക് ഒരു ഇല്ലി കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടുതലാവരുത്, 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഞാൻ വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ഇല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു കളറായിട്ട് വരണം കേട്ടോ, ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകരുത് ഒട്ടും, എന്നാൽ നന്നായിട്ട് മൂത്ത് വരും വേണം കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഇത് മാറ്റി വെച്ച് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വെന്ത് വന്നിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ഇല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഈ ഒരു കളറായിട്ട് വന്നാൽ നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ പീസുകൾ കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് പത്തിരിയിലേക്കൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ്റെ പാർട്സും. ചില തട്ടുകടയിലൊക്കെ കണ്ടിട്ടില്ലേ, ചിക്കൻ്റെ പാർട്സാണ് പൊറോട്ടയിലേക്കൊക്കെ കൊടുക്കുക. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതും ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ഞാനിതാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള പാർട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട്. ഇതിൽ നമ്മൾ ലിവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ലിവർ നമ്മൾ ലാസ്റ്റാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ലിവറും ഈ ഒരു പാർട്സും കൂടെ തമ്മിൽ നല്ല വേവിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതിന് കുറച്ച് കൂടുതൽ സമയം വേണം വെന്ത് കിട്ടാൻ, എന്നാലുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു തക്കാളിയുടെ പകുതി ഒന്ന് മുറിച്ചെടുത്തതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളകും അതുപോലെ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവുണ്ടാവും. പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഒരു 2 ടീസ്പൂൺ 2-2.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, ഒരു മസാലയൊക്കെ പിടിക്കാൻ. ഇനി നമ്മൾ ഇതിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും കേട്ടോ. പിന്നെ നമ്മൾ കഴുകി കൂറ്റി കുറേ സമയം വെച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതിൽ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ലിവർ ചേർത്ത് കൊടുക്കുന്നത്. ലിവർ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 1 വിസിലും കൂടെ മതി കേട്ടോ. കാരണം ലിവറിന് ഒരുപാട് വേവില്ല. ലിവർ വെന്ത് കൂടുതൽ വേവായാൽ ഹാർഡാവുകയാണ് കേട്ടോ ചെയ്യുക. മറ്റേതിൻ്റെ പോലെയല്ല, മറ്റേത് എത്രയോ വേവും തോറും അത്രയും സോഫ്റ്റ് ആവും. പക്ഷേ ലിവർ വേവ് കൂടിയാൽ ഹാർഡാവും കേട്ടോ. അപ്പോൾ 1 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പിലയും അതുപോലെ ഒരു 3-4 വറ്റൽമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം. വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാർട്സ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയിലേക്കോ ചപ്പാത്തിയിലേക്കോ അപ്പത്തിലേക്കോ പുട്ടിലേക്കോ ഒക്കെ എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പാർട്സിൻ്റെ ഗ്രേവി. അപ്പോൾ ഇത് ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്